ഹലോ നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ CBSE സിലബസ് പ്രകാരമുള്ള സയൻസിലെ 9th ചാപ്റ്ററാണ് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഫിസിക്സ് പാർട്ടിൽ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെസണാണ് ലൈറ്റ്. ഈ ഒരു ലെസണിൽ നമ്മൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും അതിൻ്റെ ബേസിക്സാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ 20 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ പാറ്റേൺ പ്രകാരം ഉള്ളതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വളരെ നന്നായി വായിച്ചിരിക്കണം. കാരണം കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് MCQs ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ബാക്കിയുള്ള പ്രോബ്ലംസും തിയറിയും ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷനായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ, പലവിധ സാധനങ്ങൾ, ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് എന്ന്, അല്ലേ? അപ്പോൾ ഓൺ ലൈറ്റിംഗ് അപ്പ് ദ റൂം തിങ്സ് ബിക്കം വിസിബിൾ. അതായത് നമുക്കിപ്പോൾ കണ്ണുണ്ടെങ്കിൽ പോലും കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. ഇനി എങ്ങനെയാണ് നമുക്ക് ഒബ്ജക്ട്സിനെ, നമ്മൾ എന്തൊരു, അതായത് ഇപ്പോൾ ഒരു ജീവനുള്ള വസ്തു ആയിക്കോട്ടെ ജീവനില്ലാത്തതായിക്കോട്ടെ, എന്തിനെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് അതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് റെഫർ ചെയ്യുന്നത്, അല്ലേ? ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത്? അതായത് ലൈറ്റ് ഉള്ളപ്പോഴാണ് നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ ലൈറ്റ് വന്ന് ഒബ്ജക്റ്റിൻ്റെ മേലെ വീണ് എന്ത് സംഭവിക്കും? ആ ലൈറ്റിന് റിഫ്ലക്ഷൻ ഉണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി റിഫ്ലക്റ്റ് ചെയ്ത് ലൈറ്റ് ഒന്നും തന്നെ നമ്മുടെ കണ്ണിൽ എത്തുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. ഓക്കെ, അതായത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ചിലപ്പോൾ ആ ലൈറ്റിനെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടായിരിക്കുക, നമുക്കതിനെ കാണാൻ പറ്റില്ല, അല്ലേ? ഇനി നമ്മൾ ചിലപ്പോൾ കാണുന്നത് ബ്ലൂ കളറിലായിരിക്കും ഒബ്ജക്ട്സ്. അതുപോലെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് റെഡ് കളറിലായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? നമ്മുടെ വിസിബിൾ ലൈറ്റിൽ നമുക്കറിയാം, ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 7 കളേഴ്സ് അടങ്ങിയ ഒരു സ്പെക്ട്രമാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്, അല്ലേ? അപ്പോൾ വിസിബിൾ ലൈറ്റിൽ 7 തരം ലൈറ്റുകൾ, ലൈറ്റിൻ്റെ കമ്പണൻസ് അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ 7 കളറിലുള്ള ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ വന്ന് വീഴുന്നു. നമ്മളതിനെ പച്ച കളറിൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം തന്നെ ആ ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്തു. പച്ച കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ചില ഒബ്ജക്ട്സ് റെഡ് കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ, ചിലതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യും. അത് നമുക്ക് വെളുത്തതായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഈ വിബ്ജിയോർ ഈ 7 കളറിലല്ലാതെ ചില കളറുകളിലൊക്കെ, നല്ല കളറിലൊക്കെ കാണാൻ പറ്റും, അല്ലെ? മജന്ത, അതൊന്നല്ലാതെ നമുക്ക് പ്രതീക്ഷിക്കാത്ത, പേരില്ലാത്ത എല്ലാം പോലത്തെ ചില കളറുകളൊക്കെ നമുക്ക് പല ഒബ്ജക്ട്സിനും പല കളറുകളുണ്ടല്ലോ. അതപ്പോൾ എങ്ങനെയായിരിക്കും? 2 3 കളറുകളുടെ കോമ്പിനേഷൻ ആയിരിക്കും, അല്ലേ? വേറെ വേറെ കളറുകളുടെ കോമ്പിനേഷൻ ആയിരിക്കാം അത് ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ അത് പിടികിട്ടിയല്ലോ. ശരി, അപ്പോൾ നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെയും കാണാൻ പറ്റുന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ്. അതായത് ഒബ്ജക്റ്റിൻ്റെ മേലെ നിന്ന് വരുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ എത്തുമ്പോൾ. ഓക്കെ, ഇനി ഇത് റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ കേസല്ലേ നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ചില ഒബ്ജക്ട്സ് എന്തായിരിക്കാം? ലൈറ്റ് സോഴ്സസ് ആവാം. അതായത് ഇപ്പോൾ സണ്ണ്, സ്റ്റാർസ്, ബൾബ്, ട്യൂബ് ലൈറ്റ്, മെഴുകുതിരി, ഇതൊക്കെ ലൈറ്റ് സോഴ്സസ് ആണ്, അല്ലേ? അവർക്ക് സ്വന്തമായി ലൈറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് വേണ്ട? റിഫ്ലക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വന്തം ലൈറ്റ് തന്നെ നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ നമുക്കതിനെ കാണാൻ പറ്റും. ഓക്കെ, ബൾബിൽ നിന്നുള്ള ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് എത്തുമ്പോൾ നമുക്ക് ബൾബിനെ കാണാൻ പറ്റും. അപ്പോൾ എവിടെ നിന്നാണോ ലൈറ്റ് വന്നത് ആ ഭാഗത്ത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും, കേട്ടോ. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ സൂര്യൻ ഒരു സ്ഥലത്ത് കാണും, അല്ലേ? അപ്പോൾ അവിടെ നിന്നാണ് ലൈറ്റ് വന്നത്, അപ്പോൾ ആ പൊസിഷനിൽ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റി. അപ്പോൾ ലൈറ്റ് ഏത് ഭാഗത്തു നിന്നാണോ വന്നത് ആ ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്. ശരി, ഇനി ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പ്ലെയിൻ മിററിനെ കുറിച്ചാണ്. അതായത് പ്ലെയിൻ മിറർ നമ്മൾ രാവിലെ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അതേ വലിപ്പത്തിൽ, അല്ലേ,
നമ്മൾ നേരെയാണെങ്കിൽ നമ്മുടെ ഇമേജ് നേരെ. ആ രീതിയിൽ നമുക്ക് പ്ലെയിൻ മിററിന് എപ്പോഴും ഇമേജസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ അതേ വലിപ്പമാണുള്ളത് അല്ലേ. നമ്മൾ കണ്ണാടീൻ്റെ അടുത്തോട്ട് പോകുമ്പം ഇമേജും അടുത്തോട്ട് വരും. നമ്മൾ കുറച്ച് ബാക്കോട്ടേക്ക് പോകുമ്പോൾ ഇമേജും ബാക്കോട്ട് പോകുന്നത് കാണാമല്ലോ. അതുപോലെ നമ്മൾ വലത് കൈ പൊക്കുമ്പോൾ അത് നമ്മുടെ ഇടത് കൈയായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും? ഇമേജ് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലായിരിക്കും അല്ലേ. ഇമേജ് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലായിരിക്കും. അതേപോലെ ഡിസ്റ്റൻസ്, മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഇനി ദർ വിൽ ബി ലാറ്ററൽ ഇൻവേർഷൻ അല്ലേ. ഇടത് വലതും വലത് ഇടതുമായി തോന്നുന്നതിനെയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇനി പിന്നെ എന്തായിരിക്കും? നമുക്ക് ഇമേജിനെ ഒരിക്കലും തൊട്ട് നോക്കാൻ പറ്റാറില്ല അല്ലേ. കണ്ണാടിൻ്റെ ഉള്ളിലല്ലേ ഇമേജ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തൊടാൻ പറ്റില്ല. അപ്പോൾ തൊട്ട് നോക്കാൻ പറ്റുന്നതിനെയൊക്കെയാണ് നമുക്ക് റിയലായിട്ട് അത് അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഇമേജ് എന്തല്ല? റിയൽ അല്ല. അപ്പോൾ റിയൽ അല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? വെർച്വൽ ഇമേജ്. അത് മാത്രമല്ല, ഇത് നേരെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ വെർച്വൽ ഇറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ പ്ലെയിൻ മിറർ.